അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഇതാവേണ്ടിട്ട് ഞങ്ങളിത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സമാധാനത്തിന് ഞാൻ അയച്ചിടുകയാണ്. ഇത് അടുത്തത് ബേസ് കാറ്റലൈസ്ഡ് ആണെങ്കിൽ അങ്ങനെയാണ് നടക്കുക. അതായത് OH നേരെ വന്നിട്ട് CH2-നെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ബോണ്ട് കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. SN2 തന്നെയാണ്. അപ്പോൾ ഈ ബോണ്ട് കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് O- ആയി. O- അടുത്ത H കയറിയിരിക്കുക. അങ്ങനെ നമുക്ക് ഡയോള് കിട്ടും. ഇതാണ് നമ്മളെ ബേസ് കാറ്റലൈസ്ഡ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ ആസിഡ് കാറ്റലൈസ്ഡ് ആണെങ്കിൽ ഓക്സിജന് H-നെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് O+H ആവുന്നുണ്ട്. അപ്പോൾ ഓക്സിഡിൽ തന്നെ O+H ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ആദ്യം തന്നെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് CH2-നെ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. റീജിയോ സെലക്ടിവിറ്റി നേരെ ഓപ്പോസിറ്റാണ്. നേരത്തെ നമ്മൾ ബൾക്കി ഗ്രൂപ്പുകളിലോട്ട് പോയിട്ടാണ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ഇവിടെ ബൾക്കിനെസ് കുറവുള്ള ഏരിയയിൽ പോയിട്ട്, അതായത് ഇവിടെ ആയിരിക്കും നമ്മൾ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ജോയിൻ ചെയ്യാം. അതായത് C2H5O- ആണ് നമ്മൾ, അതായത് C2H5OH-ന്ന് C2H5O- ആണ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ഈ ഭാഗത്താണ്, ഈ കാർബണിലാണ് അറ്റാക്ക് ചെയ്യുക. കാരണം ഇവിടെ ഒരു CH3 കൂടെ അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ബൾക്കിനെസ് കുറവുള്ളിടത്ത് പോയി അറ്റാക്ക് ചെയ്യുന്നു. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇത് O- ആവുന്നു. അപ്പോൾ ഒരു H കൂടെ കിട്ടിയത് OH ആവുന്നു. ഇവിടെ നമുക്ക് OC2H5 ആയി മാറുന്നു. ഇതാണ് മേജർ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ലെസ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉള്ളിടത്താണ് നമ്മൾ റിയാക്ഷന് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബണാണ് മോർ ഫേവറബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ ആ റിയാക്ഷനാണ് ജസ്റ്റ് ആ മെക്കാനിസം ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അടുത്ത് ഞാൻ ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ഓർഗാനോ ലിഥിയം കോമ്പൗണ്ടുകളായിട്ടുള്ള റിയാക്ഷനാണ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ R- CH2-നെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഡ്രൈ ഈതറിനെറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ RCH2 ഡ്രൈ ഈതറിനെറ്റ് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷൻ നടന്നിട്ട് അപ്പോൾ നമുക്ക് CH2 ഇവിടെ O- ഉണ്ടാവില്ലേ. ഈ O- എന്താവുന്നു OMgX ആയിട്ട് മാറുന്നു. O-MgXനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് OMgX ആയി മാറുന്നു. വീണ്ടും നമ്മൾ HOH റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നു. അതാണ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ തന്നുള്ളൂ. ഇനി ലിഥി ആണെന്നുണ്ടെങ്കിൽ ആൽക്കി ലിഥി ആണെങ്കിൽ RLiനെ ഞാൻ എപ്പോക്സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് സെയിം റിയാക്ഷൻ തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. CH2OLi കിട്ടുന്നു. HOH ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ചെറിയ മെക്കാനിസം തന്നിട്ടുള്ളത് ആ റിയാക്ഷൻ എടുത്ത് എഴുതിയാൽ മതി. OLi ആയി മാറുന്നു. ദെൻ പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നു. ഇവിടെ അതേപോലെ നമുക്ക് ആൽക്കഹോൾ കിട്ടുന്ന റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ.